സർക്കാരിനോടുള്ള പാർട്ടി പ്രവർത്തകരുടെ അതൃപ്തി, അഗ്നിപഥ് പദ്ധതിയോടുള്ള രോഷം, രജപുത്ര സമുദായത്തിന്റെ അതൃപ്തി എന്നിവയാണ് ഉത്തർപ്രദേശ് ബിജെപി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഉദ്ധരിച്ച ചില കാരണങ്ങൾ. ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിലായി 40,000 ബിജെപി പ്രവർത്തകരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ 15 പേജുള്ള റിപ്പോർട്ട് ഡൽഹിയിലെ ബിജെപി ഹൈക്കമാൻഡ് ചർച്ച ചെയ്തു. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുമായി ചൌധരി ദീർഘനേരം കൂടിക്കാഴ്ച നടത്തി. യുപിയിലെ 80 ലോക്സഭാ സീറ്റുകളിൽ 33 എണ്ണത്തിൽ മാത്രമാണ് ബിജെപി വിജയിച്ചത്. മൊത്തത്തിൽ പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്ക് 43 സീറ്റുകൾ നേടി. പശ്ചിമ യുപി, ബ്രജ്, കാൺപൂർ, ബുന്ദേൽഖണ്ഡ്, അവധ്, ഗോരഖ്പൂർ, കാശി മേഖല എന്നീ സംസ്ഥാനങ്ങളിലെ 6 മേഖലകളിലും ബിജെപിയുടെ വോട്ട് വിഹിതം 8% കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിയുടെ ദളിത് വോട്ട് വിഹിതത്തിലുണ്ടായ ഇടിവാണ് കോൺഗ്രസിന്റെ മെച്ചപ്പെട്ട പ്രകടനത്തിന് പിന്നിലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. BSPയുടെ പ്രധാന വോട്ട് വിഹിതത്തിൽ 10% കുറവുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. 2019 അപേക്ഷിച്ച് ദളിത് വോട്ടുകളുടെ 1/3 മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു.